നമസ്കാരം. സനാതനധർമ്മ വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രത്യേക ദിവസങ്ങൾ പ്രത്യേകമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു ദിവസം തന്നെയാണ് അമാവാസി. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന അതിവിശേഷപ്പെട്ട ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ഇന്നേ ദിവസം ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ശുഭകരമായ നേട്ടങ്ങളും കടന്നു വരും. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുവാൻ സാധ്യത ഉള്ള ദിവസങ്ങൾ തന്നെയാണ് ഇത്. ഈ ദിവസങ്ങളിൽ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നെഗറ്റീവായ ഊർജം ഭൂമിയിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വരുന്നത് എന്ന് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുന്നത് ശുഭകരമായിരിക്കും. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലൂടെ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതായ നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. ഇന്നു മുതൽ 3 ദിവസം ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നീണ്ടു നിൽക്കും. പ്രതീക്ഷിച്ച വിധത്തിൽ തന്നെ കാര്യസാധ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. അതിനാൽ തന്നെ ഈ 3 ദിവസം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഈ സമയം നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും ഉണ്ടാകേണ്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം സമ്പത്ത് അഥവാ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെലവ് അല്പം നിയന്ത്രിക്കുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പല കാര്യങ്ങളും സമ്മാനമായി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ കാണുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ വാർത്തകൾ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ശുഭകരമായ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇവർക്ക് 4 ദിവസം ഇത്തരത്തിലുള്ള ഫലങ്ങൾ നീണ്ടു നിൽക്കും എന്ന കാര്യം ഓർക്കുക. മുഴുവൻ മനസ്സോടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടുകയും അത്തരം പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വളരെയധികം വിജയകരമായ കാര്യങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. തക്കതായ പ്രതിഫലം തന്നെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പല വ്യക്തികളെയും ഉന്നതരായ പല വ്യക്തികളെയും ഈ സമയം പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ പിന്തുണ, സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം തടസ്സങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും തിരികെ എത്തും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. പ്രധാനമായും ജോലിയിൽ ഉയർച്ച, സാമ്പത്തികമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾ, വിദേശത്തേക്ക് ജോലി ലഭിക്കുക, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സ്വന്തമായ രീതിയിൽ പല തീരുമാനങ്ങളും
കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിധിവരെ അറുതിയാകും എന്ന കാര്യവും ഓർക്കുക. നിർഭയം പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. സാമ്പത്തികപരമായ പല പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിൽ അയവുണ്ടാകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ പല പ്രശ്നങ്ങൾ, അതെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഈ സമയം വന്നു ചേരാം. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ഭവിക്കാം. പണയ വസ്തുക്കൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമം വിജയിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ കടന്നു വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ശുഭകരമായ വാർത്തകൾ, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ വാർത്തകൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില കാര്യങ്ങളിൽ സാധിക്കും. പ്രത്യേകിച്ചും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹാനുകൂല്യം വളരെയധികം ഉള്ള ഒരു സമയമാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യങ്ങൾ വളരെയധികം സംരക്ഷിക്കുവാൻ സാധിക്കും. വരുന്ന 4 ദിവസം ഇത്തരത്തിലുള്ള ഫലങ്ങൾ നീണ്ടു നിൽക്കും എന്ന കാര്യം ഓർക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ സമയം പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ന്യായമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഉയർച്ച, തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു. ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മംഗളകർമ്മങ്ങളിൽ, ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച രീതിയിലുള്ള ധനസഹായം അല്ലെങ്കിൽ സഹായം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. മുതിർന്നവരുമായി ബന്ധപ്പെട്ട് അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഇളമുറക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അഥവാ അവരുടെ ഭാഗത്തു നിന്നും പിന്തുണ വർദ്ധിക്കും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. നാട്ടിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തൊഴിൽപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആശ്വാസം, മനഃശാന്തി ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന മികവ്, പരീക്ഷയിൽ ഉയർന്ന വിജയം തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇഷ്ടവിവാഹം, അതേപോലെ തന്നെ അനുകൂലമായ ബന്ധം ഇവ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ
വാങ്ങുവാൻ സാധിക്കും. 4 ദിവസം വരെ ഈ ഫലം നീണ്ടു നിൽക്കും എന്ന കാര്യം ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക.